മാതാജി. എങ്ങനെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പറയൂ. ഞാൻ മാതാജി പറയൂ. സാധാരണ മാതാജി ജോയിൻ ചെയ്യാറുണ്ടല്ലോ. പ്രഭു ഇൻട്രസ്റ്റിലാണ്. അപ്പോ പ്രഭുവിന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ സാധാരണ മംഗളാചരണം ചൊല്ലി അങ്ങ് തുടങ്ങുകയാണല്ലേ ചെയ്യുന്നേ. ജയരാധ മാധവ പാടുവോ ഇവിടെ? ആ ആ, പാടാം. ഇല്ല മാതാജി, അങ്ങനെ ചെയ്യാറുണ്ടോ? ഇത് സാധാരണ എങ്ങനെയാ ചെയ്യുന്നത്? ആ പ്രഭു പാടും. പ്രഭു നാമം ജപിക്കും. പറ്റത്തില്ലല്ലോ. മാല ജപിക്കും. പിന്നെ എന്നിട്ട് പിന്നെ ഇത് ആലോചിപ്പിക്കോ? പാടും. പ്രഭു ഒരുപാട് കീർത്തനമൊക്കെ പാടും. പാടുക അവസാനിക്കുമ്പോഴും പാടും, തുടങ്ങുമ്പോഴും ഒക്കെ പാടും. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാതാജി പറഞ്ഞാൽ മതി. പ്രഭു ചാറ്റ് ചെയ്യാമോ? യൂഷ്വൽ മെത്തേഡ് എന്താണെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഇതിലൊന്ന് ചാറ്റ് ചെയ്താൽ മതി പ്രഭു. ഫസ്റ്റ് എന്താണ് അതിന്റെ ക്രമം? ജയരാധ മാധവ മംഗളാചരണം അങ്ങനെ എങ്ങനെയാണ് അത്? ചാൻഡിങ് വേണം. കാരണം ഗീത ക്ലാസ് നമ്മൾ ചാൻഡ് ചെയ്യാറുണ്ടല്ലോ. അത് ജയരാധ മാധവ് ചൊല്ലിയിട്ട് അങ്ങ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. മറ്റേ സമയം 5 മിനിറ്റ് തുടങ്ങട്ടെ. എടുക്കും, 6 മിനിറ്റ് എടുക്കും, 6 ഇടയ്ക്കിടയ്ക്ക് മിനിറ്റ് എടുക്കും. മുറിഞ്ഞു പോകുന്നു. നല്ലൊരു ക്ലിയർ അല്ല. ആ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഒരു മുറിയൽ ഇട്ടാണോ? പോലെ അല്ലേ? ഓക്കെ ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. മുന്നേ ചോദിക്കേണ്ടായിരുന്നു പ്രഭുവിനോട്. സോറി, അങ്ങനെ ഓർത്തില്ല. മാതാജി മുറിഞ്ഞു പോന്നോ? വലിയ മാതാജിക്ക് കേൾക്കുന്നില്ലയോ? കേക്കുണ്ട് മാതാജി. കൃഷ്ണ. ജയരാധ മാധവാര പാടാ പറ്റായിരുന്നോ? രണ്ട് ലൈൻ പാടി നമുക്ക്. വന്ദന ശ്ലോകം ചൊല്ലണോ മാതാജി? എന്താ ഇല്ലില്ല, പറഞ്ഞ മനസ്സിലായില്ല. ജയരാധ മാധവ, ജയരാധ മാധവ. കേട്ടില്ലയോ? ഇല്ല, എന്തോ ഒരു ഡിസ്റ്റർബൻസ്. കുഴപ്പമില്ല. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. അതൊന്ന് പാടി തുടങ്ങി ശീലിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ അജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരേ പ്രിയേ. വഞ്ചാകൽപതരൂപേശ കൃപാ സിന്ധുഭ്യ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. നമുക്ക് ആദ്യം തന്നെ പ്രഭുവിന് വേണ്ടിയിട്ട് 3 times ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. എല്ലാവരും മ്യൂട്ട് മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യം പ്രഭുവിന് നന്നായിട്ട് നമ്മളോട് സംസാരിക്കാൻ കഴിയാൻ പറ്റുന്ന 3 times നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാം ഭഗവാനോട്. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ, ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഹരേ, ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഹരേ, ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ. ഹരി ബോൾ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരൻ. കൃഷ്ണ. നമ്മള് ഇന്ന് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1
അധ്യായം 2 ശ്ലോകം 1, 2, 3 തീർക്കാനാണ് പ്രഭു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ശ്ലോകം വായിച്ചിട്ട് മാതാജിമാര് ഭാവാർത്ഥം വായിക്കും അല്ലേ? അങ്ങനെയല്ലേ പ്രഭു? അതെ അതെ അങ്ങനെയല്ലേ? ശരി, ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ ശ്ലോകം വായിക്കാം. ശ്രീമദ് ഭാഗവതം അധ്യായം 2, സ്കന്ധം 1, അധ്യായം 2, ദിവ്യത്വവും ദിവ്യസേവനവും. ശ്ലോകം 1. വ്യാസ ഉവാച യതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണ പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തുമുപചക്രമേ. വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണ പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തുമുപചക്രമേ. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കാമോ ഒരു വട്ടം? ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം അധ്യായം 1, സ്കന്ധം 1, അധ്യായം 2, ശ്ലോകം 1. വ്യാസമുവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണി പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തുമുപചക്രമേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി പദാനുപദാർത്ഥം വായിച്ചോളൂ. അതെ. വ്യാസ ഉവാച, വ്യാസദേവൻ അരുളി ചെയ്തു, ഇത് ഇപ്രകാരം: സംപ്രശ്ന ഉത്തമ അന്വേഷണങ്ങൾ, സംഹൃഷ്ടോ സംതൃപ്തനായി, വിപ്രാണാം അവിടെ സന്നിഹിതരായിരുന്ന സന്യാസിമാർ, രൗമഹർഷിണി ഉഗ്രശ്രവൻ എന്ന രോമഹർഷണ സുതൻ, പ്രതിപൂജ്യ അവർക്ക് നന്ദി പറഞ്ഞ ശേഷം, വചഃ വചനങ്ങൾ, തേഷാം അവരുടെ, പ്രവക്തും അവർക്ക് ഉത്തരമേകാൻ, ഉപചക്രമേ ഉദ്യമിച്ചു. വിവർത്തനം വായിക്കണം മാതാജി. വേറെ ആരെങ്കിലും വായിച്ചോട്ടെ? പുസ്തകം എല്ലാവർക്കും ഉണ്ടോ? കൃഷ്ണ. അറിയില്ല. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. രോമഹർഷണസുതനായ ഉഗ്രശ്രവൻ സൂതഗോസ്വാമി ബ്രാഹ്മണരുടെ ഉത്തമ അന്വേഷണങ്ങളിൽ പൂർണ്ണ തൃപ്തനായിട്ട് അവർക്ക് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഉത്തരമേകാൻ ഉദ്യമിച്ചു. ഹരേ കൃഷ്ണ. മാതാജി ഭാവാർത്ഥം വായിക്കണോ? വേറെ ആരെങ്കിലും വായിച്ചോട്ടെ മാതാജി? വേറെ ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിച്ചോട്ടെ? ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും ബുക്കുണ്ടോ? ഹരേ കൃഷ്ണ. ഭാവാർത്ഥം 2 വരിയേ ഉള്ളൂ മാതാജി. ബുക്കുള്ളതോ? വേറെ ആരും ഇല്ല ഇവിടെ? അല്ല, വേറെ സുജന സ്വാമി, 2 വരിയുള്ളൂ. കൃഷ്ണകുമാരി മാതാജി ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. കുഴപ്പമില്ല. ഭാവാർത്ഥം വായിക്കുമ്പോ, നൈമിഷാരണ്യത്തിലെ മുനിമാർ സൂത ഗോസ്വാമിയോട് 6 ചോദ്യങ്ങൾ ആരായുകയാൽ അദ്ദേഹം ഒന്നൊന്നായി അവയ്ക്ക് ഉത്തരമേകാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാല്ലേ പ്രഭു? നമ്മൾ 2ാമത്തെ അധ്യായം എത്തി. 1ാമത്തെ അധ്യായത്തില് നൈമിഷാരണ്യത്തില് 88,000 സന്യാസിമാര് അല്ലെ? അവര് 1000 വർഷം, അവരുടെ ജീവിതത്തിന്റെ 1000 വർഷമാണ് അല്ലെ? അത്രയും സമയം എടുത്തുകൊണ്ട് ലോക നന്മയ്ക്കായിട്ട് അവരെന്ത് ചെയ്യുകയായിരുന്നു? യജ്ഞം ചെയ്യുകയായിരുന്നു അല്ലെ? അപ്പൊ ആ സമയത്താണ് അവിടെ ആര് വരുന്നത്? സൂത ഗോസ്വാമി വരുന്നത്. അപ്പൊ നൈമിഷാരണ്യത്തില് എത്രാമത്തെ പ്രാവശ്യമാണ് ഭാഗവതം പറയുന്നത്? 2ാമത്തെ പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ആദ്യത്തെ പ്രാവശ്യം ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുത്തു അല്ലേ? ആ സമയത്ത് അവിടെ ആരുണ്ടായിരുന്നു? സൂത ഗോസ്വാമി അവിടെ ഉണ്ടായിരുന്നു അല്ലെ? അവിടെ നിന്ന് കേട്ടതിന് ശേഷം അദ്ദേഹം എവിടേക്ക് വന്നു? നൈമിഷാരണ്യത്തിലേക്ക് വന്നു അല്ലെ? ഇതിനിടയിൽ രാമഭഗവാൻ വരുന്ന കഥ എല്ലാവർക്കും അറിയാലോ അല്ലെ? എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ. രോമഹർഷണ, രൗമഹർഷണാണ് പറഞ്ഞിരിക്കുന്നത്. രൗമഹർഷണ എന്ന് പറയുമ്പോൾ രോമഹർഷണന്റെ മകനായ ആരാ? ഉഗ്രശ്രവ. അല്ലെങ്കിൽ ഇവിടെ ഉഗ്രശ്രവ എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വേറെ എവിടെയും നമുക്ക് ഉഗ്രശ്രവ പേരങ്ങനെ പറയുന്നില്ല. ആ പേരെപ്പോഴും സൂത ഗോസ്വാമി എന്നാ പറയാ അല്ലെ? അത് സൂത ഗോസ്വാമി അപ്പൊ ഇവിടെ ഉള്ള സന്യാസിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ രോമഹർഷണൻ ആദ്യം പറയാനായി ഇരുന്നതാണ്. അദ്ദേഹമായിരുന്നു ആദ്യം ഹെഡായിട്ടിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഭാഗവത സത്രം നടക്കുന്നത് പോലെ നൈമിഷാരണ്യത്തില്
സത്രം നടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് സത്രം എന്ന് പറഞ്ഞാൽ എന്താ, ഒരാള് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് വേറൊരാൾ ചെയ്യുന്നു, ആ ആള് നിർത്തുമ്പോൾ അടുത്ത ആൾ ചെയ്യുന്നു, അങ്ങനെ മാറി മാറി. ഇപ്പൊ സത്രത്തിലേക്ക് പോകുന്ന, സത്രത്തിലെ ആളുകൾ മാറി മാറി വന്നും പോയും ഇരിക്കുമല്ലോ, അതുപോലെയാണ് ഇവിടെ സന്യാസിമാർ എന്ത് ചെയ്യുന്നു, മാറി മാറി എന്ത് ചെയ്യുന്നു, ഭാഗവതം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ രോമഹർഷണൻ പറയാനായിട്ടിരിക്കുന്നു, പക്ഷെ ആ സമയത്ത് ബലരാമ ഭഗവാൻ അവിടേക്ക് വരുന്നു അല്ലെ. പിന്നീട് രോമഹർഷണൻ വധിക്കപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ സൂത ഗോസ്വാമി ആ സീറ്റിലേക്ക് ഇരിക്കുന്നു. ഇവിടെ ആദ്യത്തെ നമ്മൾ രണ്ടാമത്തെ അധ്യായം നോക്കുമ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ചോദ്യങ്ങൾ, 6 ചോദ്യങ്ങൾ ചോദിച്ചു. ഏതൊക്കെയായിരുന്നു 6 ചോദ്യങ്ങള്? 6 ചോദ്യങ്ങൾ ചോദിച്ചു, ഓർമ്മയുണ്ടോ? 6 ചോദ്യങ്ങള് നൈമിഷാരണ്യത്തിലെ ഋഷിമാര് ചോദിച്ചത്. 6 ചോദ്യങ്ങളല്ലേ മാതാജി ചോദിച്ചത്? 6 ചോദ്യങ്ങൾ. അല്ല, ഭഗവാൻ പോയപ്പോ ധർമ്മം എന്തിനെ ആശ്രയിച്ചിട്ടാണ്? അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാതാജി. 23-ാമത്തെ ശ്ലോകമാണത്. ഒന്നാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകമാണ് അത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാൽ മാതാജി പറഞ്ഞത് ഇനി വേറെ പറഞ്ഞോളൂ, ഇടയ്ക്ക് പറഞ്ഞു കുഴപ്പമില്ല. മറന്നുപോയി. 9-ാമത്തെ ശ്ലോകമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 9-ാമത്തെ ശ്ലോകം, ഒന്നാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം നമുക്ക് റിവൈൻഡ് അതൊക്കെ എടുത്താൽ മതിയോ പ്രഭു? ഫുൾ തീർക്കണം നിർബന്ധമുണ്ടോ? റിവിഷനും കൂടി ആയിട്ട് പോകാലോ അല്ലേ? ഓക്കെയാണ്. 9-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. 9-ാമത്തെ ശ്ലോകം, ഒന്നാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണേ? പണ്ഡിതന്മാര് കളിയാട് കഴിഞ്ഞു മനുഷ്യർ പതിവേൽക്കാൻ അവർ കലഹപ്രിയരും അടിയന്മാരും വഴിപിഴച്ചവരും മാതാജി വായിക്കുന്നത് 10-ാമത്തെ ശ്ലോകം. പ്രായണ അല്പായുഷ സഭയിൽ വായിക്കുന്നേ 9-ാമത്തെ. ആകയാൽ ദീർഘാത്മാനായ അങ്ങ് സന്യാസ ജനങ്ങൾക്ക് പൂർണ്ണവും പരമവുമായ നന്മയെ നൽകുന്നത് എന്തെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നുവോ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സരളമായി വിവരിച്ചു തന്നാലും. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 1:1:9 അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം നമുക്ക് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 6ഉം 7ഉം ശ്ലോകങ്ങള്. 2-ാമത്തെ അധ്യായത്തിൽ 6ഉം 7ഉം ശ്ലോകങ്ങളാണ്. അടുത്ത 2-ാമത്തെ ചോദ്യം 11-ാമത്തെ ശ്ലോകം. 1-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം. വലിയ മാതാജി അതിന്റെ ഉത്തരം ഒന്ന് വായിക്കാവോ? 11-ാമത്തെ ശ്ലോകം, 2-ാമത്തെ ചോദ്യം. 11-ാമത്തെ. ഭൂരിലേ ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗസ്യ. അതല്ലേ 11? അതാണ്. വിവർത്തനം വായിക്കും മാതാജി. വിവർത്തനം. കേട്ടോ? വിവർത്തനം. വിവർത്തനം വൈദ്യ ശീലപ്രഭാഷി 11-ന്റെ അല്ലേ മാതാജി? ശാസ്ത്രഗ്രന്ഥങ്ങൾ പലവിധമുണ്ട്. അവയിലെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളും പലവിധമുണ്ട്. പല വർഷം നീളുന്ന അഭ്യസനത്തിലൂടെ മാത്രമേ അവയെ ഗ്രഹിക്കാനാകൂ. ആകയാൽ അല്ലയോ മുനിവര്യ, സമസ്ത ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി സർവശാസ്ത്രങ്ങളുടെയും അന്തഃസ്ഥത തിരഞ്ഞെടുത്ത് ദയവായി വിശദമാക്കിയാലും അവിധമുള്ള നിർദ്ദേശങ്ങളാൽ അവരുടെ ഹൃദയം പൂർണ്ണമായി സംതൃപ്തമാകട്ടെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ അവസാനമായിട്ടുള്ള ഒരു ബെനിഫിറ്റ്, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മാൻകൈൻഡ് ഫുൾ ആയിട്ട് എല്ലാവർക്കും ഉള്ള അൾട്ടിമേറ്റ് ബെനിഫിറ്റ് എന്താണ്? ആത്യന്തികമായിട്ടുള്ള ക്ഷേമം, പരമമായിട്ടുള്ള ക്ഷേമം എന്താണ്? 2-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? സർവ്വവേദശാസ്ത്രങ്ങളുടെയും വിശിഷ്ട അന്തസത്ത എന്താണ്, സാരാംശം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത്. ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം വരുന്നത് 2-ാമത്തെ അധ്യായത്തിൽ 6ഉം 7ഉം. പിന്നീട് 28 വരെയുള്ള ശ്ലോകങ്ങളിലെല്ലാം അതേക്കുറിച്ച് പറയുന്നുണ്ട്. ആൻസർ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഭക്തിയും ഭക്തിയുദ്ധ സേവനമാണ് ആൻസർ ആയിട്ട് വരിക. 2 ചോദ്യങ്ങളുടെയും ഉത്തരം എന്താ വരിക? ഭക്തിയും
ഭക്തുത സേവനം. അപ്പൊ അതേക്കുറിച്ച് 28ാമത്തെ ശ്ലോകം വരെ നമുക്ക് 2ാമത്തെ അധ്യായത്തില് പഠിക്കാനുണ്ട്. അപ്പൊ അതേക്കുറിച്ചെല്ലാം ഇനി പറയുന്നുണ്ട്. ഇനി അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12ാമത്തെ ശ്ലോകമാണ്. 12ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം എന്ന് പറയുന്നത്: അല്ലയോ സൂത ഗോസ്വാമി, അങ്ങേക്ക് സർവമംഗളങ്ങളും നേരുന്നു. വസുദേവ തനയനായി പരമദിവ്യോത്തമ പുരുഷൻ ദേവകി ഗർഭത്തിൽ ആവിർഭവിച്ചതിന്റെ മുഖ്യ ഉദ്ദേശ്യം താങ്കൾ അറിയുന്നു. അപ്പൊ അത് പറഞ്ഞു തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദേവകി മാതായുടെ ഗർഭത്തിൽ എന്തുകൊണ്ടാണ് ഭഗവാൻ വന്ന് അവതരിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അത് 2ാമത്തെ അധ്യായത്തിൽ 34ാമത്തെ ശ്ലോകത്തിലാണ് അതിന്റെ ആൻസർ പറയുന്നത്. പിന്നീട് 10ാമത്തെ സ്കന്ധത്തിലൊക്കെ ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് ധാരാളമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 17ാമത്തെ ശ്ലോകത്തിലാണ്. 17 4ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ പറയുന്നത് എന്താണ്? ഭഗവാന്റെ പ്രൗഢിയേറിയതും ഔദാര്യപൂർവവുമായ അദ്ഭുത കർമ്മങ്ങളൊക്കെ നാരദനെ പോലെയുള്ള ശ്രേഷ്ഠജ്ഞാനികളായ ഋഷിവര്യന്മാർ ആലപിക്കുന്നു. നിരവധി വിഭിന്ന അവതാരങ്ങളിൽ ഭഗവാൻ നിർവഹിച്ച വീരസാഹസ കൃത്യങ്ങളെ ശ്രവിക്കാൻ വ്യഗ്രരായിരിക്കുന്ന ഞങ്ങൾക്ക് ദയവായി അവയൊക്കെ വർണ്ണിച്ചു തന്നാലും. അപ്പോ ഭഗവാൻ വിഭിന്ന അവതാരങ്ങളിലായിട്ട് ധാരാളമായിട്ട് ഭഗവാന്റെ വീരസാഹസ കൃത്യങ്ങൾ, അല്ലെ, ഭഗവാന്റെ ലീലകളൊക്കെയും ഉണ്ട്. ആ ലീലകളെ കുറിച്ച് പറഞ്ഞു തരാനായിട്ടാണ് പറയുന്നത്. അടുത്തത് 4 അടുത്ത 5 18ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഉത്തരം എവിടെയാണ് മാതാജി? പുരുഷ ഈ 4ാമത്തെ ഉത്തരം എഴുതാത്താണ്. 4ാമത്തെ ഉത്തരം 4ാമത്തെ ഉത്തരം 2ാമത്തെ അധ്യായത്തിൽ 30 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളിൽ പുരുഷ അവതാരങ്ങളെ കുറിച്ചാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. കാരണം അടുത്ത ശ്ലോകത്തിൽ നമുക്ക് ലീല അവതാരങ്ങളെ കുറിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ശ്ലോകം 17ാമത്തെ ശ്ലോകം പുരുഷ അവതാരങ്ങൾ, ഗർഭോദകശായി വിഷ്ണു, കാരണോദകശായി വിഷ്ണു, പിന്നെ ക്ഷീരോദകശായി വിഷ്ണു, അതേക്കുറിച്ച് ചോദിക്കുന്നതാണ് 17ാമത്തത്. അപ്പൊ അതേക്കുറിച്ച് പറയുന്നത് 30 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളാണ്. നമ്മൾ 2ാമത്തെ അധ്യായം പഠിക്കാൻ പോകുമല്ലേ, അതിലുണ്ട്. അടുത്തത് ലീല അവതാരങ്ങളെ കുറിച്ച് എടുത്തു ചോദിക്കുന്നുണ്ട്. അപ്പൊ അടുത്തതിൽ ഇവിടെ 18ാമത്തെയാണ് ശ്ലോകം. 1ാമത്തെ അധ്യായത്തിൽ 18ാമത്തെ ശ്ലോകം. അതിലെന്താ പറയുന്നത്? വിവർത്തനം: അല്ലയോ സൂത ഗോസ്വാമി, പരമപുരുഷനായ ഭഗവാന്റെ ബഹുവിധങ്ങളായ അവതാരങ്ങളുടെ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് അഥവാ വീരകൃത്യങ്ങളെ കുറിച്ച് ദയവായി ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലും. പരമനിയന്താവായ ഭഗവാന്റെ അവണ്ണമുള്ള മംഗളകരമായ വീരസാഹസ കൃത്യങ്ങളും ലീലകളും ഭഗവാന്റെ ആന്തരിക ശക്തികളാലാണ് നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ ഭഗവാന്റെ ലീല അവതാരങ്ങളെ കുറിച്ചാണ് അവിടെ ചോദിക്കുന്നത്. അതിലും അത് 3ാമത്തെ അധ്യായത്തിൽ ഫുൾ 22 അവതാരങ്ങളെ കുറിച്ച് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ടെന്ന് പറയാം, അല്ലെ? അത് 3ാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. അത് ഇതിന്റെ ഉത്തരമായിട്ടാണ് വരുന്നത്. 18ാമത്തെ ശ്ലോകത്തിന്റെ ഉത്തരമായിട്ടാണ് വരുന്നത്. ഇനി രാജീവ് മാതാജിയാണെന്ന് തോന്നുന്നു ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നിയത്. ആരാ പറഞ്ഞു ഒരു ചോദ്യത്തിൻ്റെത്? ഭഗവാന് പോയി കഴിഞ്ഞപ്പോൾ, ഭഗവാൻ ദ്വാപരയുഗത്തില് ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ആരെയാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത് എന്നുള്ളത്, ധർമ്മം അഭയം പ്രാപിക്കേണ്ടത് എവിടെയാണ് എന്നുള്ളത്. അതിന്റെ വിവർത്തനം: സർവമായ ശക്തികളുടെയും അധിപനും നിരപേക്ഷ സത്യവുമായ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പ്രയാണം ചെയ്ത ശേഷം അസ്തശക്തമായ ധർമ്മ തത്വങ്ങൾ ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് ആരെയാണെന്ന് ദയവായി അറിയിച്ചാലും എന്നാണ് ചോദിക്കുന്നത്. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് 3ാമത്തെ അധ്യായത്തിൽ തന്നെ 43ാമത്തെ ശ്ലോകമാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ശ്രീമദ് ഭാഗവതം എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്, അല്ലെ? ശ്രീമദ് ഭാഗവതത്തിനെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് 1ാമത്തെ ആ ഒരു ചോദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 6 ചോദ്യങ്ങൾ. ഈ 6 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ഉത്തരമേകാൻ ആര് തുടങ്ങി? സൂത ഗോസ്വാമി തുടങ്ങി, അല്ലെ? അതാണ് നമ്മുടെ 1ാമത്തെ ആ ഒരു ശ്ലോകം എന്ന് പറയുന്നത്. 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച 1ാമത്തെ ശ്ലോകം. അതുകൊണ്ടാണ് ആ 6 ചോദ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം വായിക്കാമോ? അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ലാത്ത ശ്ലോകം വായിക്കട്ടെ പ്രഭു. മാതാജി പിന്നെ 5ാമത്തെ ശ്ലോകത്തിന്റെ ഉത്തരം 3ാമത്തെ ശ്ലോകത്തിൽ എത്രാമത്താന്ന് പറയൂ? 3ാമത്തെ ചാപ്റ്റർ ഫുൾ അതാണ്. ഭഗവാന്റെ പല പല അവതാരങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഒരുപാട് അവതാരങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 3ാമത്തെ അധ്യായത്തിൽ ഫുള്ളായിട്ട് ലീലാവതാരങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ശ്ലോകം വായിക്കട്ടെ. 2ാമത്തെ ശ്ലോകം വായിക്കുകയാണ്. സുത ഉവാച യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ
പുത്രേതി തന്മയതയാ തരവോ അഭിനേദോസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഹരേ കൃഷ്ണ. ഈസി ശ്ലോകമാണ്, എല്ലാവർക്കും വളരെ പരിചിതമാണ്. അപ്പം ശ്ലോകം ആരെങ്കിലും ഒരാളൊന്ന് വായിക്കൂ. ഞാന് പുസ്തകമില്ല, ബൈഹാർട്ട് അറിയാം മാതാജി, അതുകൊണ്ട് ചൊല്ലാം. യം പ്രവചനന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേന്ദോ സ്തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. വെരി ഗുഡ്. കൃഷ്ണ. ഇനി എല്ലാവരും കൊണ്ട് ശ്ലോകം വായിപ്പിക്കണോ പ്രഭു? സമയം കുറവായതുകൊണ്ടാണ് ഒരാൾ വായിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ വേർഡ് ബൈ വേർഡ് മീനിങ് ആരാ വായിക്കുക? പദാനുപദാർത്ഥം ആരെങ്കിലും വായിക്കാമോ? വായിക്കട്ടെ. സൂത ഗോസ്വാമി ഉവാച അരുളി ചെയ്തു. ഇയം ആരുടെ പ്രവചനം പരിത്യാഗ ജീവിതക്രമം അല്ലെങ്കിൽ സന്യാസം അനുഷ്ഠിക്കാനായി അനുഭേദ ഉപനയ കർമ്മം അനുഷ്ഠിക്കാതെ അഭേദ മതാചരണ ചടങ്ങിന് വിധേയനാകാതെയും കൃത്യം നിർദ്ദിഷ്ട കർമ്മങ്ങൾ ദ്വൈപായന വ്യാസദേവൻ വിരഹം വേർപാട് കാതരഹ വൈശകിതനായി ആജുഹാവ ഉദ്ഘോഷിച്ചു. ഉത്രേതി അല്ലയോ എന്റെ പ്രിയ വത്സ, യഥേയം ആ വിധം നിമഗ്നനായി തീരുക. തരവഹ സർവവൃക്ഷങ്ങളും അഭിനേതു പ്രതികരിച്ചു. താം അങ്ങേക്ക് എല്ലാം സർവഭൂത ജീവാത്മാക്കൾ ഹൃദയം മുനിമാർ ആനന്ദഹ അസ്മി പ്രണാമം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. വിവർത്തനം വായിക്കാം. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. പ്രഭാത് കി ജയ്. ശ്രീല സൂത ഗോസ്വാമി അരുളി ചെയ്തു. ഏവരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ആ ഋഷിശ്രേഷ്ഠനെ, അതായത് ശുകദേവ ഗോസ്വാമിയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഉന്നത കുലജാതരായവർ അനുഷ്ഠിക്കേണ്ടതായ ഉപനയന കർമ്മങ്ങൾക്കോ അഥവാ മതാചാരപരമായ ഉദ്ധാരണ ചടങ്ങുകൾക്കോ വിധേയനാകാതെ അദ്ദേഹം ഭവനം ഉപേക്ഷിച്ച് പരിത്യാഗ ജീവിതക്രമം, അതായത് സന്യാസാശ്രമം സ്വീകരിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായ വ്യാസദേവൻ പുത്രവിരഹത്താൽ ഭീതി പൂണ്ട് ഇപ്രകാരം വിലപിച്ചു. അല്ലയോ എന്റെ പ്രിയവത്സ, നിശ്ചയമായും അതേ വികാരത്തിൽ നിമഗ്നരായ വൃക്ഷങ്ങൾ മാത്രം ദുഃഖിതനായ ആ പിതാവിന് മറുപടി എന്നോണം പ്രതിധ്വനിച്ചു. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി നമുക്ക് ഭാവാർത്ഥം വായിക്കാം. ഓരോരോ പാരഗ്രാഫായിട്ട് ഓരോരോ ആൾ വായിക്കാം. ഹരേ കൃഷ്ണ. വായിക്കാത്തവര് മുന്നേ വായിക്കും കേട്ടോ. ഹരേ കൃഷ്ണ. വായിക്കുന്നില്ല, എന്റെ മാതാജി നാട്ടിലാണ്, അതാണ്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. വർണ്ണാശ്രമ സ്ഥാപനങ്ങൾ തങ്ങളുടെ അനുയായികൾ അനുഷ്ഠിക്കേണ്ടായ നിരവധി കർമ്മങ്ങൾ നിർദ്ദേശിക്കുന്നു. വേദാഭ്യാസനം ആഗ്രഹിക്കുന്ന വർണ്ണാശ്രമ അനുവർത്തി നിശ്ചയമായും ഒരു യഥാർത്ഥ ആത്മീയാചാര്യനെ സമീപിക്കേണ്ടതും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം അഭ്യർത്ഥിക്കേണ്ടതുമാണെന്ന് അത്തരം കർത്തവ്യങ്ങൾ നിർദ്ദേശിക്കുന്നു. യഥാർത്ഥ ആത്മീയാചാര്യനിൽ നിന്നും വേദാഭ്യാസനത്തിന് യോഗ്യനാകുന്നതിനുള്ള അടയാളമാകുന്നു പൂണൂല്. ജന്മനാ മുക്താത്മാവാകയാൽ അത്തരം പവിത്രീകരണ ആചാരങ്ങൾക്ക് ശ്രീ ശുകദേവ ഗോസ്വാമി വിധേയനായില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. സാധാരണ സാമാന്യ ജീവസത്തയായി ജനിക്കുന്ന ഒരു മനുഷ്യൻ പവിത്രീകരണ ചടങ്ങുകൾക്ക് വിധേയനായ ശേഷമാണ് രണ്ടാം ജന്മം എടുക്കുന്നത് അഥവാ ദ്വിജനാകുന്നത്. എപ്പോഴാണോ ഒരാൾ നവചൈതന്യം ദർശിച്ച് ആത്മീയ പുരോഗതിക്കുള്ള മാർഗനിർദ്ദേശം ആരായുന്നത്, അപ്പോൾ വേദനിർദ്ദേശങ്ങൾക്കായി അയാൾ ആത്മീയ ആചാര്യനെ സമീപിക്കുന്നു. ആത്മാർത്ഥതയുള്ള അന്വേഷകനെ മാത്രമേ ആത്മീയാചാര്യൻ ശിഷ്യനായി സ്വീകരിച്ച് പൂണൂൽ പ്രദാനം ചെയ്യുകയുള്ളൂ. അപ്രകാരം ഒരുവന് രണ്ടാം ജന്മം ലഭിക്കുന്നു അഥവാ ദ്വിജനായി തീരുന്നു. ദ്വിജനായി യോഗ്യത ആർജിച്ച ശേഷം വേദാഭ്യാസനം ആരംഭിക്കാം. വേദനിപുണനായ ശേഷം അയാൾ വിപ്രനായി തീരുന്നു. ഒരു വിപ്രൻ അഥവാ യോഗ്യനായ ബ്രാഹ്മണൻ അപ്രകാരം നിരപേക്ഷ സത്യത്തെ മനസ്സിലാക്കുകയും ആത്മീയ ജീവിതത്തിൽ വൈഷ്ണവാവസ്ഥയിലായിത്തീരുന്നവരെ പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നു. പുരോഗമനേച്ഛുവായ ബ്രാഹ്മണൻ ക്രമേണ വൈഷ്ണവനായി തീരും. എന്തെന്നാൽ ഒരു വൈഷ്ണവൻ ആത്മസാക്ഷാത്കാരം സൃഷ്ടിച്ച പണ്ഡിത ബ്രാഹ്മണനാകുന്നു. ഹരേ കൃഷ്ണ. ഒരു പാരഗ്രാഫ് കൂടെ ഉണ്ട്.
ആരെങ്കിലും വായിക്കുന്നു? വായിക്കട്ടെ എന്നാല്. കൃഷ്ണ ആരെങ്കിലും വായിക്കുന്നോ? വായിക്കട്ടെ മാതാജി. വായിച്ചു. ശ്രീല സുഖദേവ ഗോസ്വാമി ജന്മന വൈഷ്ണവനാകിയാൽ വർണ്ണാശ്രമ സ്ഥാപനങ്ങൾ നിയമാനുശാസ്ത്രങ്ങൾക്കൊന്നും വിധേയനാകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ നിയാമകമായ ലക്ഷ്യം അപക്വനായ അഥവാ അപൂർണനായ ഒരാളെ ശുദ്ധ ഭഗവത് ഭക്തനാക്കുക എന്നതാകുന്നു. ഒരു ഉത്തമ വൈഷ്ണവനാലോ ഉത്തമ അധികാരി വൈഷ്ണവനാലോ അംഗീകരിക്കപ്പെട്ട ഏത് വൈഷ്ണവനും അയാളുടെ ജന്മകർമ്മങ്ങൾക്കുപരിയായി ബ്രാഹ്മണനായി കണക്കാക്കപ്പെടുന്നു. ഈ തത്വത്തെ ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വീകരിക്കുകയും മുഹമ്മദീയ കുടുംബാംഗമായ ശ്രീ ഹരിദാസ ഠാക്കൂർ ആചാര്യനായി അംഗീകരിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ശ്രീല സുഖ ഗോസ്വാമി വൈഷ്ണവനാകയാൽ അദ്ദേഹത്തിന് ബ്രാഹ്മണനെ അടങ്ങിയിരിക്കുന്നു എന്ന് നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഏത് വിധേനയുള്ള മതാചാര ചടങ്ങുകൾക്കും അദ്ദേഹം വിധേയനാകേണ്ടതില്ല. കിരാതൻ, ഹൂണൻ, ആന്ധ്രൻ, പുലിന്ദൻ, പുൽക്കശൻ, അഭീരൻ, സുംബൻ, യവനൻ, കസൻ തുടങ്ങിയ ഏത് നീച കുലജാതനോ അല്ലെങ്കിൽ അതിലും താണവനും വൈഷ്ണവ കൃപയുണ്ടെങ്കിൽ ഉത്തുംഗമായ അതീന്ദ്രിയ അവസ്ഥയെ എത്തിച്ചേരും. ശ്രീ സൂതഗോസ്വാമിയുടെ ആത്മീയ ആചാര്യ ശ്രീല സുഖഗോസ്വാമി ആകയാൽ നൈമിശാരണ്യത്തിലെ മുനിമാരുടെ അന്വേഷണങ്ങൾക്ക് ഉത്തരമേഖല ആരംഭിക്കുന്നതിന് മുന്നോടിയായി സൂതഗോസ്വാമി ശ്രീല സുഖദേവ ഗോസ്വാമിയെ സാദരം പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ വെരി ഗുഡ്. താങ്ക് യു മാതാജി. അപ്പൊ ഇവിടെ ഈ ശ്ലോകങ്ങള് സൂത ഉവാച എന്താ പറയാണ് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. സൂത ഗോസ്വാമിയുടെ ആത്മീയ ഗുരുവാണ് ശുകദേവ ഗോസ്വാമി. കാരണം അദ്ദേഹം എവിടെ നിന്നാണ് ഭാഗവതം ശ്രവിച്ചത്? ഉത്തമ വൈഷ്ണവനായ ഇത്രയും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയും ഇവിടെ പറയുന്നു. ശുകദേവ ഗോസ്വാമിക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ സന്യാസം സ്വീകരിക്കാൻ കഴിഞ്ഞു അല്ലെ. ജീവിതത്തിന്റെ പരിത്യാഗക്രമം എങ്ങനെയല്ലേ പറഞ്ഞത്? ഒരുപാട് പറഞ്ഞു ഇവിടെ. ആ ഒരു പരിത്യാഗ ജീവിതക്രമം. അപ്പൊ ഇത് നമ്മൾ സാധാരണ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം വർണ്ണ ആശ്രമത്തിലൂടെ കടന്നു പോകുന്നു, പൂണൂല് ധരിക്കുന്നു, ഉപനയനം ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞു അല്ലെ. ദ്വിജനാകുന്നു, വിപ്രനാകുന്നു, വേദപഠനം ചെയ്ത് പിന്നീട് ബ്രാഹ്മണനാകുന്നു ഒക്കെയും പറഞ്ഞു. പക്ഷെ ഇവിടെ ഇതൊന്നുമേ ഇല്ലാതെ വർണ്ണ ആശ്രമ ധർമ്മങ്ങൾക്ക് അനുസരിച്ച് പല പല സ്റ്റെപ്പുകൾ കയറി പോകാതെ ഡയറക്റ്റ് സന്യാസക്രമം സ്വീകരിച്ചു. ശുകദേവ് ഗോസ്വാമി സന്യാസക്രമം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. നമുക്കറിയാം ആ കഥ. അപ്പൊ അദ്ദേഹം എത്രത്തോളം ആ ഒരു പരിത്യാഗം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഭൗതികമായ ജീവിതത്തിലെല്ലാം നമ്മളെല്ലാം ആസക്തി നേടിയവരാണ് അല്ലെ, ആസക്തി ഉള്ളവരാണ്. അതുപോലെ തന്നെ വ്യാസദേവനും ശുകദേവ് ഗോസ്വാമിയും അങ്ങനെ. ശുകദേവ് ഗോസ്വാമി പോകുമ്പോഴ് പിന്നാലെ പോകുന്ന വ്യാസദേവൻ ആ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ കാണുമ്പോൾ അവര് വസ്ത്രം കൊണ്ട് ദേഹത്തിന്റെ നഗ്നത മറിക്കുന്ന ശ്ലോകം നമുക്കറിയാം അല്ലെ. ആ നഗ്നത മറിക്കുന്ന സമയത്ത് വ്യാസദേവൻ എന്ത് മനസ്സിലാക്കുന്നു? 16 വയസ്സ് നവയൗവനയുക്തനായ കുട്ടി, കൗമാരപ്രായം അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള കുട്ടി പോകുമ്പോഴ് ഒരു ആൺകുട്ടി ദിഗംബരനായിട്ട് വസ്ത്രമില്ലാതെ പോകുന്ന സമയത്ത് പൂണൂൽ ബന്ധം പോലും ഇല്ല. അങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് ആ ഒരു ആൺ പെൺ വ്യത്യാസമില്ലാതെ ആ സ്ത്രീകൾ എന്ത് ചെയ്തില്ല? ദേഹം മറച്ചില്ല. പക്ഷേ ഇവിടെ ഇത്രയും പ്രായമുള്ള ആ ഒരു മുനി പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്തു? പെട്ടെന്ന് അവരുടെ നഗ്നത മറയ്ക്കുന്നു. അപ്പൊ ആ ഒരു പുരുഷ സ്ത്രീ ഭേദം വന്നത് എവിടെയാണ്? വ്യാസദേവനെ കണ്ടപ്പോഴാണ് അവർക്കത് അനുഭവപ്പെട്ടത്. അപ്പോ അതിൽ നിന്ന് തന്നെ ശുകദേവ് ഗോസ്വാമി വ്യാസദേവനേക്കാൾ ഏറ്റവും ഉയർന്ന വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഈ ഒരു ഭൗതിക ലോകത്തെ അല്ല, അത് മറ്റുള്ളവർക്ക് പോലും അത് അനുഭവപ്പെടുന്നുണ്ട്. ഒരു ശ്ലോകം നമുക്ക് പറയുന്നുണ്ട്. വ്യാസം വസിഷ്ഠൻ അവതാരം ശക്തി പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുഖതാതം തപോനിധിം. എനിക്കൊന്ന് വിഷ്ണു സഹസ്രനാമത്തിലുള്ളതാണെന്ന് തോന്നുന്നു അല്ലെ ഈ ഒരു ശ്ലോകം. അത് വ്യാസദേവന്റെ കീർത്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നുവെച്ചാൽ വസിഷ്ഠദേവന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് വസിഷ്ഠദേവന്റെ. പിന്നെ ശക്തി മഹർഷിയുടെ മകനാണ് അല്ലെ. ശക്തി മഹർഷിയുടെ ഗ്രാൻഡ് സൺ ആണ്. ശക്തി മഹർഷി ആരാ ആദ്യം വരിക? വസിഷ്ഠൻ, പിന്നെ ശക്തി മഹർഷി, പിന്നെ ശക്തി കഴിഞ്ഞാൽ പരാശര വരും. പരാശരന്റെ മകനാണ് ആര്? വസിഷ്ഠൻ. പിന്നീട് വ്യാസൻ വരുന്നത്. വ്യാസൻ പിന്നെ ആരുടെ അച്ഛനാണ്? ശുഖതാതം, ശുഖ മഹർഷിയുടെ അച്ഛനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഈ എല്ലാവരും നമ്മളിപ്പോ ഒരു കുടുംബ പാരമ്പര്യം പറയുമ്പോൾ ആ കുടുംബത്തിലുള്ളവരെല്ലാം വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള മഹത്തായ ആളുകളാണ് എന്നുള്ളത് പറയുന്നതിനാണ് ഇവിടെ ഇത് പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും തന്നെ വസിഷ്ഠനായാലും അതുപോലെ
ശക്തി മഹർഷിയായാലും പരാശര മുനി നമുക്കറിയാം ഭഗവാന്റെ ആ ഒരു ഐശ്വര്യങ്ങൾ വരെ ഡിഫൈൻ ചെയ്ത വ്യക്തിയാണ് അല്ലെ പരാശര മുനി. അതുപോലെ ശുകം ബ്രഹ്മർഷി ഇവിടെ നമുക്ക് പറയുന്നതാണ്. അപ്പൊ ഇവരുടെ എല്ലാം വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള മഹത്വമേറിയ ആ ഒരു മുനിയാണ് വ്യാസദേവൻ. പക്ഷെ വ്യാസദേവനേക്കാളും ഉയർന്ന ആളാണ് ആര്? അദ്ദേഹത്തിന്റെ മകനായ ശുകബ്രഹ്മർഷി. ഇദ്ദേഹം ഇത്രയും പരിത്യാഗമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് ആരാ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾ, അദ്ദേഹത്തിന്റെ ശിഷ്യനായ സൂത ഗോസ്വാമി പറയാണ്. അപ്പൊ അദ്ദേഹം എന്ത് പറയുന്നു? തന്റെ ഗുരുവിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പൊ അദ്ദേഹം ആദ്യം നമ്മള് ഭാഗവതം തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു? ഗുരുവിനെ വന്ദിക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഗുരുവിനെ വന്ദിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ശ്ലോകം, ഈ അടുത്ത ശ്ലോകത്തിലും ഗുരുവിനെ വന്ദിക്കുന്നതും അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നത്, അദ്ദേഹത്തെ സ്തുതിക്കുന്നതുമാണ് കാണുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ സ്തുതിയിൽ പിന്നീട് പറയുന്നത് എന്താ? അടുത്തത് നമുക്ക് നോക്കാം. വ്യാസദേവൻ പുത്രവിരഹത്താൽ ഭീതി പൂണ്ട് പ്രകാരം വിലപിച്ചു. അപ്പൊ പുത്രൻ ഇറങ്ങി നടന്നു പോയ സമയത്ത് ആ ഒരു ശ്ലോകമാണ് ഇവിടെ പറയുന്നത്. പുത്രീതി തന്മയതയാ തരവോ അഭിനേതു സർവഭൂത ഹൃദയം. അതിനു മുന്നേ എന്താ? ദ്വൈപായനോ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാ? കൃഷ്ണ ദ്വൈപായന വ്യാസൻ അല്ലെ, ദ്വൈപായനം. പിന്നീട് വിരഹകാതര, ആ വിരഹത്താൽ പുത്രൻ ഇറങ്ങിപ്പോയ ആ ഒരു വിരഹത്താൽ അദ്ദേഹം എന്ത് ചെയ്തു? അജുഹാവ, അദ്ദേഹം വിളിക്കുകയാണ്. പുത്രേ ഇതി പുത്ര 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 ഇതി പുത്ര പുത്ര എന്ന് വിളിക്കുകയാണ്. പക്ഷെ ആര് മാത്രമേ അവിടെ വന്നോളൂ? തരുക്കള്, വൃക്ഷങ്ങൾ മാത്രം പ്രതിധ്വനിച്ചു. ഒരു വനത്തിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് എന്ത് ചെയ്യും? പ്രതിധ്വനി കേൾക്കും അല്ലെ. അപ്പൊ പറയുന്നത് അദ്ദേഹം വിളിക്കുന്നത് കേട്ട് സങ്കടം തോന്നിയ വൃക്ഷങ്ങൾ എന്ത് പറഞ്ഞു? അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പുത്ര എന്ന് വിളിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് ഒരു ഉപമയായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിശ്ചയമായും അതേ വികാരത്തിൽ നിമഗ്നരായ വൃക്ഷങ്ങൾ മാത്രം ദുഃഖിതനായ ആ പിതാവിന് മറുപടി എന്നോണം പ്രതിധ്വനിച്ചു. മറുപടി എന്നോണം എന്താ പ്രതിധ്വനിക്കാൻ കഴിയുക? പുത്ര എന്ന് തന്നെ അങ്ങനെ പ്രതിധ്വനി എന്നുള്ളത് പ്രതിധ്വനി വരും അല്ലെ. ആ പ്രതിധ്വനി മാത്രമാണ് വന്നത്, ഏക്കോ ആണ് വന്നത്. പക്ഷെ ഇവിടെ ശുകദേവ് ഗോസ്വാമി തിരിഞ്ഞു നിന്നില്ല. അത്രയ്ക്കും അദ്ദേഹം പരിത്യാഗത്തില് ഉള്ള ആളാണ്, സന്യാസത്തിലുള്ള ആളാണെന്ന് അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഇവിടെ സൂത ഗോസ്വാമി പറയുകയാണ്. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ നമുക്ക് ഭാവാർത്ഥത്തിന് ധാരാളം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ബ്രാഹ്മണനാകുന്നതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, വൈഷ്ണവനാകുന്നത് പറഞ്ഞു, ദ്വിജനും വിപ്രനും ഒക്കെ ആയിത്തീരുന്നത്, വേദാഭ്യാസനം കൊണ്ട് ബ്രാഹ്മണനായി മാറുന്നത് ഒക്കെ പറഞ്ഞു. പിന്നീട് ഇവിടെ ശുകദേവ് ഗോസ്വാമി എന്താണ്? ജന്മന വൈഷ്ണവനാണ്. വർണ്ണാശ്രമ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിയമ അനുശാസ്ത്രങ്ങൾക്കൊന്നും വിധേയനാകേണ്ട ആവശ്യം അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം അതിന്റെ എല്ലാം ഉപരിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജന്മകർമ്മങ്ങൾക്ക് ഉപരിയായി വൈഷ്ണവനെ എന്തായി കാണുന്നു? ബ്രാഹ്മണനായിട്ട് കാണുന്നു. അതുപോലെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹരിദാസ് ഠാക്കൂറുടെ കാര്യം പറയുന്നുണ്ട്. ഹരിദാസ് ഠാക്കൂർ യവന കുടുംബാംഗമായിരുന്നു. യവന കുടുംബാംഗമായിട്ടും അദ്ദേഹത്തെ എന്തായിട്ടാണ്? മികച്ച ഒരു വൈഷ്ണവനായിട്ടാണ് കരുതിയത് അല്ലെ. ഭഗവാന്റെ നാമം ജപിച്ചിരുന്നത് കൊണ്ടും അദ്ദേഹം ആ ഒരു റിച്വൽസ്, ആ സ്പിരിച്വൽ ആയിട്ടുള്ള ജീവിതക്രമത്തിൽ പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ യഥാർത്ഥ ഒരു വൈഷ്ണവനായിട്ടും ഒരു ബ്രാഹ്മണനായിട്ടുമാണ് അംഗീകരിച്ചിരുന്നത് എന്ന് പറയുന്നു. അപ്പോ ഒരു വ്യക്തി ഏത് കുലത്തിൽ ജനിക്കുന്നു? ജന്മന ജായതേ ശൂദ്ര എന്നുള്ളതാണ് അല്ലെ. ബ്രഹ്മം ഇത് ജാനാതി ബ്രാഹ്മണ നമുക്കറിയാലോ അല്ലെ. ജനിക്കുമ്പോൾ തന്നെ അവർ ഏത് കുലത്തില്? ശൂദ്രകുലത്തിൽ. എല്ലാവരും ബ്രാഹ്മണ കുലത്തിലാണ് പറഞ്ഞാൽ പോലും അവർ പിന്നീട് വേദപഠനം ഒക്കെ കൊണ്ട് മാത്രമേ അവർ ഉയർന്നെത്തുന്നുള്ളൂ, ഉയർന്ന കുലത്തിലേക്ക് അവരെത്തുന്നുള്ളൂ. അല്ലാതെ നീച്ച കുലജാതനാണെങ്കിൽ പോലും അദ്ദേഹം എങ്ങനെയായിരിക്കും? ഭഗവാനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തായി മാറും? ബ്രാഹ്മണനായി മാറും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഭഗവാനെ കുറിച്ച് അറിയുന്നവന് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ഗുരുവായി മാറാനും കഴിയും എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ, സ്തം സർവഭൂത ഹൃദയം മുനിമാനദോസ്മി. അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ സെന്റൻസ് വിവർത്തനം നോക്കിയാൽ മതി. സർവഭൂത ഹൃദയം മുനിമാനദോസ്മി എന്ന് വെച്ചാൽ എന്താ? ശ്രീല സൂത ഗോസ്വാമി പറയാണ്, ഏവരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ആ ഋഷി ശ്രേഷ്ഠൻ ശുകദേവ ഗോസ്വാമി. ശുകദേവ ഗോസ്വാമിക്ക് എങ്ങനെയാണ് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുക? നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് ആത്മാവിനും ജീവാത്മാവിനും പരമാത്മാവിനുമാണ് അല്ലെ. ജീവാത്മാവിന് സ്വന്തം ഒറ്റ ഹൃദയത്തിലാണ് ജീവാത്മാവിന് കയറാൻ കഴിയുക. പരമാത്മാവിന് മാത്രമാണ് ഏവരുടെയും ഹൃദയത്തിലേക്ക് കയറാൻ കഴിയുക. പക്ഷെ ഇവിടെ പറയുന്നു ശുകദേവ ഗോസ്വാമി. അപ്പൊ
ശിഷ്യൻ പറയാണ് എന്റെ ഗുരുവിന് ആ ഋഷി ശ്രേഷ്ഠനായ ശുകദേവ് ഗോസ്വാമിക്ക് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനായി കഴിയുമെന്ന് പറയുകയാണ്. എങ്ങനെയാണത് കഴിയുക? അദ്ദേഹം ശ്രീമദ് ഭാഗവതം, അദ്ദേഹം ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വൈഷ്ണവനാണ്. അദ്ദേഹം മറ്റുള്ളവർക്ക് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചതിലൂടെ എല്ലാവരുടെയും കർണപുടങ്ങളിലൂടെ അതെവിടേക്ക് പോകുന്നു? ഹൃദയത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ശുകദേവ് ഗോസ്വാമി എവിടേക്ക് പ്രവേശിച്ചത്? ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നത്. നമുക്ക് അംബരീഷ് മഹാരാജാവും ദുർവാസ മുനിയുമായിട്ടുള്ള ആ ഒരു ലീലയിൽ 9ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം എന്നുള്ളത്. അവിടെ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ, ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു, അവരെല്ലാവരും ഭക്തന്മാരെല്ലാം എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു ഭാഗം പറയുന്നുണ്ട് അല്ലെ. അപ്പോ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഹൃദയത്തിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ കൃഷ്ണ കഥയാണ് അല്ലെ. കൃഷ്ണൻ എങ്ങനെയാണ്? അപ്പോ ഭഗവാൻ ആ കൃഷ്ണ കഥാശ്രവണത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഗുരുവിനും പ്രവേശിക്കാൻ കഴിയും അല്ലെ. നമ്മുടെ ഗുരുവിന് പ്രവേശിക്കാൻ കഴിയില്ലേ? ഗുരുവിനും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്ഥാനം കൊടുക്കണം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാമോ? സമയമുണ്ടല്ലോ അല്ലേ? കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോട്ടെ. ഈ ശ്ലോകം ക്ലിയർ ആയെന്നല്ലോ അല്ലേ? കൃഷ്ണ. അപ്പൊ അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 3. യസ്വാനുഭാവമഖിലശ്രുതി സാരമേകമധ്യാത്മദീപമതിതിദീർഷതാം തമോ അന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. യസ്വാനുഭാവമഖിലശ്രുതി സാരമേകമധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. കൃഷ്ണ. ആരെങ്കിലും ഒരാൾ വായിക്കാമോ? ഹരേ കൃഷ്ണ. യസ്വാനുഭാവമഖിലശ്രുതിസാരമേക അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും പദാനുപദാർത്ഥം വായിക്കാമോ? പുതിയ ആരെങ്കിലും വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും വായിച്ചോ. ബുക്കില്ല മാതാജി, അതുകൊണ്ടാ വായിക്കാത്തത്. ഓക്കെ മാതാജി, കുഴപ്പമില്ല. ബുക്കുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കും, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. വായിക്കട്ടെ അല്ലെങ്കിൽ മാതാജി. വായിച്ചു കഴിഞ്ഞ് വായിച്ചു. വായിക്കട്ടെ. ആരോ അവൻ സാനുഭാവം സ്വന്തം അനുഭവത്തിലൂടെ അഖില ശ്രുതി വേദങ്ങൾ ഏകം അധ്യാത്മ ആത്മീയ ദീപം അതിദീർഷതാം തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന തമ അന്ധം ഭൗതിക അസ്തിത്വ കൊടും അന്ധകാരം സംസാരിണ ഭൗതികവാദിയായ മനുഷ്യന്റെ കരുണയ അഹൈതുകമായ കൃപയാൽ അരുളി ചെയ്തു. വേദ പരിശിഷ്ടങ്ങളായ പുരാണങ്ങൾ ഗുഹ്യ അതീവ രഹസ്യമായ അങ്ങേക്ക് വ്യാസവത്സൻ ഉപയാമി ഞാൻ സാദരം പ്രണമിക്കുന്നു. ഗുരു ആത്മീയ ആചാര്യൻ മുനിശ്രേഷ്ഠന്മാർ. ഹരേ കൃഷ്ണ. വിവർത്തനമുണ്ട്. വിവർത്തനം വായിക്കാം. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക അസ്തിത്വത്തിന്റെ കൊടും തമോ തലങ്ങളെ തരണം ചെയ്യാൻ യത്നിച്ചു കൊണ്ടിരിക്കുന്ന മൂഢ ഭൗതികവാദികൾക്ക് അഹേതുകമായ അപാര കൃപയാൽ സ്വാനുഭവങ്ങളിലൂടെ സ്വാംശീകരിച്ച വേദവിജ്ഞാന ഉത്തമാംശമായ ഈ അതീവ രഹസ്യ പരിശിഷ്ടം അരുളി ചെയ്ത വ്യാസദേവസുതനും അഖില മുനി ശ്രേഷ്ഠരുടെ ആത്മീയ ആചാര്യനുമായ ശുകദേവ ഗോസ്വാമിയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. കൃഷ്ണ. നമുക്ക് ഭാവാർത്ഥം വായിക്കാമോ? ഓരോ ആളായിട്ട് ഓരോ പാരഗ്രാഫ് വായിക്കട്ടെ മാതാജി. ഒരു പാരഗ്രാഫ്. ഈ ശ്ലോകത്തിൽ ശീലസൂത ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിലെ സമ്പൂർണ്ണ അവതരണങ്ങളെയും പ്രായോഗികമായി സംഹരിച്ചിരിക്കുന്നു. വേദാന്ത സൂത്രങ്ങളുടെ സ്വാഭാവികമായ അനുബന്ധ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. വേദവിജ്ഞാനത്തിന്റെ ഉത്തമാംശത്തെ ഉന്നം വെച്ചുകൊണ്ട് വ്യാസദേവനാൽ രചിക്കപ്പെട്ടതാകുന്നു. വേദാന്ത സൂത്രങ്ങൾ അഥവാ ബ്രഹ്മസൂത്രങ്ങൾ ഈ ഉത്തമാംശത്തിന്റെ സ്വാഭാവിക വ്യാഖ്യാനമാണ്. ശ്രീമദ് ഭാഗവതം
വേദാന്ത സൂത്രത്തെ പരിപൂർണമായി സാക്ഷാത്കരിച്ച ആചാര്യനായിരുന്നു ശ്രീല ശുകദേവ ഗോസ്വാമി. തൽഫലമായി അദ്ദേഹം ശ്രീമദ് ഭാഗവത്തെ സ്വയം സാക്ഷാത്കരിച്ച് അജ്ഞതയെ പൂർണ്ണമായും തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭ്രാന്തരായ ഭൗതികവാദികൾക്ക് മേലുള്ള അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യം പ്രകടിപ്പിക്കാനാണ് ഈ അതീവ രഹസ്യജ്ഞാനം ശുകദേവ ഗോസ്വാമി ആദ്യമായി വിശദീകരിച്ചത്. ഹരേ കൃഷ്ണ. വായിക്കുന്ന വേറെ വായിക്കട്ടെ മാതാജി. ഭൗതികവാദിക്ക് സന്തോഷമായി കഴിയാനാകുമെന്ന് തർക്കിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു ഭൗതിക സൃഷ്ടിക്ക് ശ്രേഷ്ഠനായ ബ്രഹ്മദേവൻ മുതൽ നിസാരനായ ഇരുമ്പിനെ വരെ സദാ സന്തോഷവാനായി കഴിയാൻ സാധ്യമല്ല. ആനന്ദത്തിനായി നിശ്ചിത പദ്ധതികൾ ഏവരും ആസൂത്രണം ചെയ്യാൻ പ്രയത്നിക്കുന്നു. എന്നാൽ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾ ഏവരെയും നിരാശരാക്കുന്നു. ആകയാലാണ് ഭൗതിക ലോകത്തെ ഈശ്വര സൃഷ്ടിയുടെ ഏറ്റവും ഇരുണ്ട തലമെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നിരുന്നാൽ അസന്തോഷവാനായ ഭൗതികവാദി അതിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന പക്ഷം സ്വതന്ത്രനാകാൻ സാധ്യമാണ്. നിർഭാഗ്യവശാൽ അത്തയ്ക്കുമേൽ മൂഢനാകയാൽ മോചനം പോലും അവർ ആഗ്രഹിക്കുന്നില്ല. ആകയാൽ കള്ളിച്ചെടി ആശ്രയിച്ച് തിന്നുന്ന ഒട്ടകത്തോട് അവരെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. രക്തം പുരണ്ട കള്ളിച്ചെടിയുടെ സ്വാദ് ഇഷ്ടപ്പെടുന്ന ഒട്ടകം മുള്ളുകളാൽ തന്റെ നാക്ക് മുറിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രക്തത്തിന്റെ സ്വാദാണ് താൻ ആസ്വദിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കുന്നില്ല. അതേപോലെ ഭൗതികവാദിക്ക് സ്വന്തം രക്തം തേൻ പോലെ മധുരിക്കുന്നു. സ്വന്തം സൃഷ്ടികളാൽ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും അവൻ രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ഭൗതികവാദികളാണ് കർമ്മികൾ. 100,000 കർമ്മികളിൽ നാമമാത്രമായവർ മാത്രമേ ഭൗതിക ഏർപ്പാടുകളിൽ മടുപ്പ് തോന്നി നൂലാമാലകളിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ അഭിലഷിക്കുകയുള്ളൂ. അത്തരം വിവേകികളെ ജ്ഞാനികളാകുന്നു. വേദാന്ത സൂത്രം അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. തത്വദീക്ഷയില്ലാത്ത മനുഷ്യർ വേദാന്ത സൂത്രത്തെ ദുരുപയോഗം ചെയ്യുമെന്ന് പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരമാകിയാൽ ശ്രീല വ്യാസദേവൻ മുൻകൂട്ടി ദർശിച്ച് സ്വയം വേദാന്ത സൂത്രത്തിന്റെ അനുബന്ധമായ ഭാഗവത പുരാണം രചിച്ചു. ബ്രഹ്മസൂത്രങ്ങളുടെ യഥാർത്ഥ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം എന്ന് സുവ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. അതീന്ദ്രിയ മുക്താവസ്ഥ ജന്മന പ്രാപ്തമാക്കിയ സ്വപുത്രനായ ശ്രീല സുഖദേവ ഗോസ്വാമിക്ക് ശ്രീല വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം പകർന്നു നൽകി. അനുഭവത്തിലൂടെ ശ്രീല സുഖദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തെ സാക്ഷാത്കരിക്കുകയും അനന്തരം ശ്രീമദ് ഭാഗവത വിശദീകരണം നടത്തുകയും ചെയ്തു. ശ്രീല സുഖദേവ ഗോസ്വാമിയുടെ അഹൈതുകമായ കാരുണ്യത്താൽ ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാർത്ഥ ജനങ്ങൾക്കും ഭാഗവത വേദാന്ത സൂത്രം ലഭ്യമാണ്. വേദാന്ത സൂത്രത്തിന്റെ അപ്രതിമമായ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. വേദാന്ത സൂത്രത്തിന്റെ സ്വാഭാവികമായ വ്യാഖ്യാനത്തെ അധികരിക്കാൻ അത്യന്തം പ്രയാസമാണെന്ന് മനസ്സിലാക്കിയതിനാലാണ് ശ്രീപാദ ശങ്കരാചാര്യൻ മനഃപൂർവ്വം ശ്രീമദ് ഭാഗവതത്തെ സ്പർശിക്കാത്തത്. ശങ്കരാചാര്യൻ ശാരീരിക ഭാഷ്യം രചിച്ചുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുവർത്തികൾ എന്നറിയപ്പെടുന്ന ശ്രീമദ് ഭാഗവതത്തെ ഒരു നൂതന അവതരണമായി കരുതി കഠിനമായി എതിർത്തു. മായാവാദ പ്രസ്ഥാനം ഭാഗവതത്തിനെതിരെ നടത്തുന്ന പ്രചാരണങ്ങളാൽ നാം വഞ്ചിക്കപ്പെടരുത്. ഈ ആമുഖ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതം പരമഹംസന്മാരെയും മാത്സര്യം എന്ന ഭൗതിക രോഗാവസ്ഥയിൽ നിന്നും പരിപൂർണ മോചനം നേടിയവരെ ഉദ്ദേശിച്ചുള്ളതാകുന്നു. ഭൗതിക സൃഷ്ടിക്ക് അതീതനാണ് പരമദിവ്യോത്ത പുരുഷനായ നാരായണ ഭഗവാൻ എന്ന് ശ്രീപാദ ശങ്കരാചാര്യർ തന്നെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും മായാവാദി സന്യാസിമാർ പരമദിവ്യോത്ത പുരുഷനോട് അസൂയ ഉള്ളവരാണ്. മായാവാദി സന്യാസികൾക്ക് ശ്രീമദ് ഭാഗവതം പ്രാപ്യമല്ല. എന്നാൽ ഭൗതിക അസ്തിത്വങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകാൻ യഥാർത്ഥ ഔത്സുക്യമുള്ളവർ ശ്രീമദ് ഭാഗവതത്തെ ശരണം പ്രാപിക്കേണ്ടതാണ്. എന്തെന്നാൽ ശ്രീമദ് ഭാഗവത ശ്രീല സുഖദേവ ഗോസ്വാമിയുടെ അതിരങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. അതീന്ദ്രിയ നിരപേക്ഷ സത്യത്തെ ബ്രഹ്മം, പരമാത്മാവെ, ഭഗവാൻ എന്നിങ്ങനെ പരിപൂർണമായി ദർശിക്കുവാൻ ശ്രീമദ് ഭാഗവതം ഒരാളെ കഴിവുള്ളവനാക്കി തീർക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ ഇവിടെ നമുക്ക് ലാസ്റ്റ് സെന്റൻസുകൾ തുടങ്ങാം. അതീന്ദ്രിയ നിരപേക്ഷ സത്യത്തെ, അതായത് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ, അല്ലെ? ആ ഒരു ശ്ലോകം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ പരിപൂർണമായി ദർശിക്കുവാൻ ശ്രീമദ് ഭാഗവതം ഒരാളെ കഴിവുള്ളവനാക്കി തീർക്കുന്നു. അപ്പൊ ഭാഗവതം പഠിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്, അതിന്റെ ഒരു ഗുണം എന്താണ്, ഫലം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അതിന് മുകളിലത്തെ സെന്റൻസ് എന്താ പറയുന്നത്? ശ്രീമദ് ഭാഗവതം ശ്രീല ശുകദേവ ഗോസ്വാമിയുടെ അധരങ്ങളിൽ നിന്നും ഉദ്ഭവിച്ചതാണ്. യഥാർത്ഥ വൈഷ്ണവരുടെ അധരങ്ങളിൽ നിന്നും ഉദ്ഭവിച്ചത്.
അപ്പോ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന സ്വരൂപ്ദാസ് ഗോസ്വാമി ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയും, ഒരു വൈഷ്ണവന്റെ അധരങ്ങളിൽ നിന്ന് വേണം ശ്രവിക്കാൻ, അല്ലെ? പലപ്പോഴും നമ്മൾ പല ഭാവാർത്ഥങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. ചില പ്രഭുപാദരും എഴുതി വെച്ചിട്ടുണ്ട്, ആ ഒരു യഥാർത്ഥ ശുദ്ധ വൈഷ്ണവന്റെ അധരങ്ങളിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യണം, സത്സംഗത്തിലൂടെയും നമ്മൾ എന്ത് ചെയ്യണം, ശ്രീമദ് ഭാഗവതം ശ്രവിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു 2 ശ്ലോകങ്ങളും എന്താണ്, സൂത ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഗുരുവായ, ആത്മീയ ഗുരുവായ ശുകദേവ് ഗോസ്വാമിയെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ്, അല്ലെ? സ്തുതിക്കുന്നതാണ്, അതുപോലെ തന്നെ സാദരം പ്രണമിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഈ ഒരു ശ്ലോകത്തിലെ ഭാഗവതത്തിന്റെ 5 ഗുണവിശേഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഗവതത്തിന്റെ 5 സവിശേഷ ഗുണങ്ങൾ എന്താണ് എന്ന് ഈ ഒരു ശ്ലോകത്തിൽ. അപ്പൊ ഭാഗവതത്തെയും സ്തുതിക്കുന്നു, ഇനി ശുകദേവ ഗോസ്വാമിയെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ 3 സവിശേഷ ഗുണങ്ങളാണ് അടുത്ത ലൈനുകളിൽ പറയുന്നത്. ആദ്യത്തെ 2 ലൈനിലാണ് ഭാഗവതത്തിൻ്റെത് പറയുന്നത്. ഏതൊക്കെയാന്ന് വെച്ചാല്, ഒന്ന് സ്വാനുഭാവം, യഹ സ്വാനുഭാവം ആദ്യത്തത്. പിന്നെന്താ, അഖില ശ്രുതിസാരം, അടുത്തത് ഏകം, പിന്നെ അധ്യാത്മദീപം, അടുത്തത് വരുന്നത് അതിതിദേശതാം തമോന്ധം, പുരാണഗുഹ്യം. പുരാണഗുഹ്യം അടുത്ത 3ാമത്തെ ലൈനിലാണ് വരുന്നത്. അപ്പോ പുരാണഗുഹ്യം, അധ്യാത്മദീപം എന്തിനുള്ളതാ, അതിതിദീർഷതാം, തിദീർഷ എന്ന് പറഞ്ഞാല് നമ്മൾ നീന്തിക്കടക്കുക, ഈ ഭവസാഗരത്തെ നീന്തിക്കടക്കാനുള്ള, ഈ തമോ അന്ധകാരത്തെ നീന്തിക്കടക്കാനുള്ള ഒരു അധ്യാത്മദീപമായിട്ട് നമുക്ക് എന്ത് വർത്തിക്കുന്നു, ഈ ശ്രീമദ് ഭാഗവതം വർത്തിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് എന്തിന്റെ ക്വാളിറ്റിയാ, സവിശേഷ ഗുണമാണ്, ഒരു ഭാഗവതത്തിന്റെ ഗുണമാണ്. ആദ്യമേ സ്വാനുഭവം. ഈ സ്വാനുഭവം എന്ന് പറയുമ്പോൾ സ്വാനുഭവത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഗുരുക്കന്മാരിത് പറഞ്ഞു തരുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് എന്താണ്, അഖില ശ്രുതി സാരമേകം. ശ്രുതി എന്ന് പറയുമ്പോൾ വേദങ്ങള്, ഉപനിഷത്തുകള്, ഇതിന്റെ എല്ലാറ്റിന്റെയും അഖിലം, എല്ലാറ്റിന്റെയും സാരാംശമാണ് ഏകം. ഏകം നമ്മള് ഗീതാമാഹാത്മ്യത്തിലും പഠിച്ചിട്ടുണ്ട്. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം, അല്ലെ? ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ ഇവിടെ നമുക്ക് ഏകം ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഭാഗവതമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ 5 ക്വാളിറ്റീസ്. പിന്നെ പുരാണഗുഹ്യം. പുരാണഗുഹ്യം എന്ന് പറഞ്ഞാൽ നമ്മള് 9.2 ഭഗവത്ഗീത പഠിച്ചല്ലോ, രാജവിദ്യ രാജഗുഹ്യം, അല്ലെ? പഠിച്ചില്ലേ? അത്രയും ഗുഹ്യമായിട്ടുള്ള, വളരെ സീക്രട്ട് ആയിട്ടുള്ള, അല്ലെ, രഹസ്യമായിട്ടുള്ള, അതീവ രഹസ്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ഇതിലെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അത്രയും സ്വീറ്റ് ആണ്, രസമാലയമാണ്, എങ്കിൽ പോലും നമുക്ക് വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പുരാണഗുഹ്യം പുരാതനമായിട്ടുള്ളതാണ്. ഇത്രയും സവിശേഷമായ ക്വാളിറ്റീസ് നമുക്ക് ഭാഗവതത്തിൻ്റെതുണ്ട്. പിന്നീട് അടുത്തത് എന്താ പറയുന്നത്, കരുണയ, അല്ലെ? സംസാരിണാം കരുണയ. അതാരുടെ ക്വാളിറ്റിയാ പറയുന്നേ, ഇവിടെ സവിശേഷ ഗുണം പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവായ ശുകദേവ് ഗോസ്വാമി. അദ്ദേഹത്തിന് കരുണ കൊണ്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ കരുണയാൽ അദ്ദേഹം എന്ത് ചെയ്തു, ഭാഗവതം പറഞ്ഞു കൊടുത്തു, അല്ലെ? അപ്പൊ ജയേഷ് പ്രഭുവിന്റെ കരുണ കൊണ്ട് എല്ലാവരെയും വിളിച്ചിരുത്തി പ്രഭു എന്ത് ചെയ്യുന്നു, ആ ഒരു ഇത് പറഞ്ഞിരുന്നു, അല്ലെ? ഭാഗവതം പറഞ്ഞിരുന്നു. പ്രഭുവിന് വോയിസ് റെസ്റ്റ് ആയിട്ടും പ്രഭു ആരെങ്കിലും ഒക്കെ നിയോഗിച്ച് എന്ത് ചെയ്യുന്നു, നമുക്കത് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെ? അപ്പൊ അതുപോലെ അതൊരു കരുണയാണ്, ഗുരുവിന്റെ കരുണയാലാണ് നമുക്കെല്ലാം ശാസ്ത്രം പകർന്നു കിട്ടുന്നത്. അപ്പൊ ഇവിടെ ശുകദേവ് ഗോസ്വാമിയുടെ കരുണയെ കുറിച്ച് പറയുന്നു. ഇനി അടുത്തത് എന്താ, വ്യാസസൂനും, വ്യാസദേവന്റെ പുത്രനാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞു, അല്ലെ? വ്യാസദേവൻ എത്രത്തോളം ഗ്രേറ്റ് ആണോ എന്നുള്ളത്, അല്ലെ? ഒരു ശ്ലോകം പറഞ്ഞില്ലേ, എന്തായിരുന്നു, വസിഷ്ഠനപ്താരം ശുഗതാതം തപോനിധി, ഒരു ശ്ലോകം ഞാൻ പറഞ്ഞല്ലോ, അല്ലെ? ആ ഒരു അതിൽ പറഞ്ഞു വ്യാസസൂനും വ്യാസദേവന്റെ പുത്രനാണ്. അപ്പൊ അത്രയും ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ എന്താണ്, വേദാന്ത സൂത്രമൊക്കെ രചിച്ച വ്യക്തിയാണ് വ്യാസദേവൻ. അത് പിന്നെ അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ്. വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ, മഹത്വമേറിയ ഒരു മഹാത്മ്യമുള്ള ഒരു ഫാമിലിയിൽ, മഹാത്മ്യമുള്ള ഒരു അച്ഛന്റെ, മഹർഷിയുടെ മകനായിട്ട് ജനിച്ചു. അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ്. പിന്നീട് ഗുരുമുനീനാം, ഗുരുവായിട്ട്, ഒരു ഗുരു ആകാനുള്ള എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിനുണ്ട്. മുനിശ്രേഷ്ഠന്മാര്, ആത്മീയ ആചാര്യന്മാര്. ഇദ്ദേഹം ആദ്യം എന്തായിരുന്നു, ബ്രഹ്മവാദിയായിരുന്നു. നമ്മൾ പറഞ്ഞു, അല്ലെ? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ശുകദേവ ബ്രഹ്മർഷി എന്നാ പറയാ, അല്ലെ? അദ്ദേഹം ശുഖബ്രഹ്മം എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ബ്രഹ്മവാദിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഉദരത്തിൽ നിന്ന് ഇറങ്ങി ഉടനെ എന്ത് ചെയ്തു, നടന്നങ്ങ് പോയി. അദ്ദേഹം ഒന്നും പഠിക്കാനായിട്ട് വ്യാസദേവന്റെ അടുത്ത് നിന്നില്ല, അല്ലെ? അപ്പൊ ഇദ്ദേഹത്തിന് കരുണ എങ്ങനെ വന്നു,
സംസാരിണാം കരുണയാ. എങ്ങനെയാണ് ആ കരുണ വന്നത്? ഭഗവാനിൽ നിന്നുള്ള കരുണയാണ് അദ്ദേഹത്തിൽ പകർന്നു കിട്ടിയത്. നമ്മൾ പറയും 15.7 നമ്മൾ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, മമൈവാംശോ ജീവലോകേ, ഭഗവാന്റെ അംശമാണ് ജീവലോകം എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാനിലുള്ള എല്ലാ ഗുണവിശേഷങ്ങളും ആ ജീവലോകത്തിലേക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഭഗവാനിലുള്ള കരുണയാണ് ആർക്കും കിട്ടിയിരിക്കുന്നത്? ശുകദേവ് ഗോസ്വാമിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശുകദേവ് ഗോസ്വാമിക്ക് 2 ശ്ലോകങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇവിടെ രാധേ മാതാജി, മല്ലിക മാതാജി ഒക്കെ പോയോ? കൃഷ്ണ. 2 ശ്ലോകങ്ങൾ ഏതൊക്കെയാ? ആ ബ്രഹ്മവാദിയിൽ നിന്നും ഭക്തിവാദിയിലേക്ക് അദ്ദേഹം വന്ന പോയോ? ഇവരൊക്കെ പോയി. കൃഷ്ണ. അപ്പൊ അത് ഏതൊക്കെയാണ്? അകോബഹീയം, ഹരിപോ. മൂന്നാമത്തെ കാൻറ്റോയിലെ 2ാമത്തെ അധ്യായം 23ാമത്തെ ശ്ലോകം, അഹോബകീയം സ്തനകാളകൂടം. ആ ഒരു ശ്ലോകം അല്ലെ. പൂതനയ്ക്ക് എന്ത് ചെയ്തു? പൂതന ഭഗവാനെ കൊല്ലാനായിട്ട് ആ സ്തനത്തില് കാളകൂട വിഷം നിറച്ചു വന്ന് ഭഗവാന് ആ അന്നമൂട്ടുന്നു, പാലൂട്ടുന്നു. പക്ഷെ ആ അവരെ പോലും അമ്മയുടെ സ്ഥാനത്തേക്കാണ് ഭഗവാൻ മോക്ഷം നൽകി ആദരിച്ച് അവരോധിച്ചത് അല്ലെ. അത്രയും കരുണയുള്ള ഭഗവാനാണ്. തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോയി. അത് 7 ദിവസം പ്രായമുള്ളപ്പോഴല്ലേ. അങ്ങനെ ഒരു പിഞ്ചു ശിശുവിനെ കൊല്ലാനായിട്ട് എന്ത് ക്രൂര കൃത്യമാണ് ചെയ്തത് അല്ലെ. നമുക്ക് ഇപ്പൊ കലികാലത്തിലായാലും അതുപോലെ ഒരു കൃത്യം തന്നെ നമ്മൾ പറയൂ എന്തൊരു ക്രൂരതയാന്ന് പറയും അല്ലെ. അത്രയും ക്രൂരത ചെയ്തിട്ടും ഭഗവാൻ അത്രയും കരുണയോട് കൂടി പൂതനെ എന്ത് ചെയ്തു? നേഴ്സായിട്ട് അവരോധിച്ചു. യശോദാമ്മ ഇല്ലെങ്കിൽ ആരാണ് ഭഗവാനെ നേഴ്സ് ചെയ്യുന്നത്? ധാത്രിയായിട്ട് ഉള്ളത് പൂതനയാണെന്നാണ് പറയുന്നത്. അടുത്ത ഒരു ശ്ലോകം പറയുന്നത് ഭഗവാന്റെ സൗന്ദര്യം അല്ലെ, അതീന്ദ്രിയമായിട്ടുള്ള സൗന്ദര്യം. അത് 10ാമത്തെ കാൻറ്റോയില് 21ാമത്തെ അധ്യായം 5ാമത്തെ ശ്ലോകം. അതിൽ ബർഹാപീഠം നടപരബഹു ആ ഒരു ശ്ലോകത്തിൽ പറയുന്നു ഭഗവാന്റെ ആ ഒരു ഭംഗിയെ കുറിച്ച് പറയുന്നു. അപ്പോ അത് ഭഗവാന്റെ ആ സൗന്ദര്യം, ഇത് രണ്ടും ആരെ ആകർഷിച്ചു? ശുകബ്രഹ്മത്തിനെ ആകർഷിച്ചു. പിന്നീടാണ് അദ്ദേഹം വന്നിട്ട് വ്യാസദേവനിൽ നിന്നും ഇത് പഠിക്കുന്നത്. ഭാഗവതം ഇനി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പഠിക്കുന്നത്. അപ്പോ ആ ഒരു ഗുരു ശുകദേവ് ഗോസ്വാമി ഗുരുവായിട്ട് പരീക്ഷിത്ത മഹാരാജാവിനെ ആദ്യത്തെ ശ്ലോകം ഇതിനകത്ത് 3ാമത്തെ അധ്യായം 3ാമത്തെ സ്കന്ധം 2ാമത്തെ അധ്യായം 23ാമത്തെ ശ്ലോകം. പൂതനയുടെ 3:2:23. മറ്റത് 10:21:5. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞു തന്നെ നമ്മള് ഭഗവാന്റെ സൗന്ദര്യം. ഭഗവാന്റെ സൗന്ദര്യത്തിലും ആകൃഷ്ടനായി, ഭഗവാന്റെ കരുണയിലും ആകൃഷ്ടനായി. ആ കരുണ അതേപോലെ തന്നെ ശുകദേവ് ബ്രഹ്മം എന്ത് ചെയ്യുന്നു? പിന്നീട് പരീക്ഷിത്ത മഹാരാജാവിന് ആ കരുണ കാണിക്കുന്നു. അതുവഴി എല്ലാവരും അവിടെ നാരദമുനിയും വ്യാസമുനിയും ഒക്കെ ആസനസ്ഥരായിരുന്നു എന്നാണ് പറയുന്നത്. ശുകബ്രഹ്മം ആ ഒരു കഥ പറയുന്ന സമയത്ത്, ഭഗവത് കഥകള് പരീക്ഷിത്ത മഹാരാജാവിന് പറയുന്ന സമയത്ത്, അപ്പോ ഗുരുക്കന്മാര് എങ്ങനെയുള്ളവരാണ്? വളരെയധികം കരുണയുള്ളവരാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഇപ്പൊ നമ്മുടെ പരിവ്രാജക സന്യാസിമാരെന്ന് പറയും. പരിവ്രാജക സന്യാസിമാരായിട്ട് ഗുരുക്കന്മാര് പോയിട്ട് എന്ത് ചെയ്യുന്നു? ശാസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ 3ാമത്തെ കാൻറ്റോയിലെ 5ാമത്തെ അധ്യായം 3ാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്, ജനസ്യ കൃഷ്ണാത് വിമുഖസ്യ ദൈവാത് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ അനുഗ്രഹായേക ചരന്തിനൂനം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യ. മനുഷ്യരെല്ലാം എന്ത് ചെയ്യുന്നു? വിമുഖസ്യ കൃഷ്ണാത്, കൃഷ്ണനിൽ നിന്നും വിമുഖതയോടുകൂടി നിൽക്കുന്നു. പക്ഷേ അങ്ങനെയുള്ളവരെ എന്താണ്? അധർമ്മശീലം, ആ അധർമ്മശീലമാണ് അവരെ സുദുഃഖിതസ്യ, അവരുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം. പിന്നീട് ഇതിന് അനുഗ്രഹമായിട്ട് വരുന്നത് എന്താണ്? ഈ വരുന്ന ചരന്തിനൂനം, ഈ പരിവ്രാജക സന്യാസിമാര് അങ്ങനെ എല്ലായിടത്തും സഞ്ചരിച്ച് മറ്റുള്ളവർക്ക്, പതിതന്മാരെ ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവരെ എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ നമുക്ക് ഗുരുക്കന്മാരുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ശാസ്ത്രങ്ങൾ പഠിക്കാനും ഉന്നതിയിലേക്ക് എത്താനായിട്ട് കഴിയുന്നത്. നമുക്കൊരു കഥയും കൂടി പറഞ്ഞു ഇന്നിപ്പോ നമുക്ക് നിർത്താം. അപ്പൊ നമുക്ക് ശ്രീ സമ്പ്രദായത്തില് രാമാനുജ ആചാര്യനുണ്ട്. രാമാനുജ ആചാര്യൻ ആദ്യം അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്തേക്ക്, ഗോഷ്ഠപൂർണ്ണ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്, ആ ഗുരുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആദ്യമൊന്നും അദ്ദേഹം ദീക്ഷ കൊടുക്കില്ല. അദ്ദേഹം ഒരു നാമം
പറഞ്ഞു കൊടുക്കില്ല, മന്ത്രം കൊടുക്കില്ല. അപ്പൊ മന്ത്രദീക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രാവശ്യം അലഞ്ഞു നടക്കും. പിന്നീട് അദ്ദേഹത്തിന് അവസാനം ആ മന്ത്രദീക്ഷ കൊടുക്കുന്ന സമയത്ത് ഓം നമോ നാരായണായ ആ മന്ത്രമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ആ മന്ത്രം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയും, ഒരു മനുഷ്യനും അത് പറഞ്ഞു കൊടുക്കരുത്, ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത്, ആരോടും പറയരുത്. അത്രയ്ക്ക് പുരാണ ഗുഹ്യം അല്ലെ, അത് വളരെ ഗുഹ്യമായിട്ടുള്ളതാണ്, രാജവിദ്യയാണ്, അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പറയും. പക്ഷേ എന്താണ് ഇദ്ദേഹം രാമാനുജൻ എന്താ ചെയ്യുന്നേ? അദ്ദേഹം പോയിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒത്തിരി ജനങ്ങൾക്ക് ഈ മന്ത്രം പറഞ്ഞു കൊടുക്കും. അപ്പൊ ഗോഷ്ഠിപൂർണ്ണയ്ക്ക് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും. എന്തിനാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത്? ഞാൻ പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഗുരു അപരാധമല്ലേ ചെയ്തത് എന്ന് ചോദിക്കും. നീ നരകത്തിലേക്ക് പതിക്കണം, നീ ഒരിക്കലും വൈകുണ്ഠത്തിലേക്ക് പോകാനായിട്ട് പാടില്ല എന്നുള്ളത് പറയും. അപ്പോ രാമാനുജാചാര്യർ പറയും, ഈ നാമം ചൊല്ലിക്കഴിഞ്ഞാല് വൈകുണ്ഠത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. അപ്പോ ഞാൻ ഒരാള് ഗുരു അപരാധം ചെയ്തുകൊണ്ട് ഞാൻ നരകത്തിൽ പോയാലും വേണ്ടില്ല, ഞാൻ ഇത്രയും ജനങ്ങൾക്ക് ആ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു, അവരെല്ലാവരും എവിടേക്ക് പോകും? വൈകുണ്ഠത്തിലേക്ക് പോകും. ഞാൻ ആ ഒരു ഇത് ചെയ്യാണ്ട് ഒരാള് മാത്രം, ഞാൻ മാത്രം വൈകുണ്ഠത്തിൽ പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്രയും ആളുകള് വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. അതാണ് ഒരു ഗുരുവിന്റെ കരുണ എന്ന് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴ് സ്വന്തം ആ സെൽഫായിട്ടുള്ള ആ ഒരു സ്വാർത്ഥത ഇല്ലാണ്ട് ആര് പ്രവർത്തിച്ചു? ഈ രാമാനുജാചാര്യർ പ്രവർത്തിച്ചു അല്ലെ. അത് കണ്ടപ്പോഴ് ഗോഷ്ഠി പൂർണ്ണ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു അത്ര. അത് തന്നെയാണ് ഒരു ഗുരുവിന് വേണ്ട കരുണ എന്ന് പറയുന്ന ക്വാളിറ്റി. അപ്പൊ ആ കരുണ ഇവിടെ അദ്ദേഹവും കാണിക്കുന്നുണ്ട്. നമുക്ക് ശ്രീല പ്രഭുപാദിന്റെ കരുണയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം, അതേക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം 70-ാമത്തെ വയസ്സിൽ വൃന്ദാവനം ത്യജിച്ചുകൊണ്ട് അല്ലെ, വൃന്ദാവനത്തിൽ എല്ലാവരും വയസ്സുകാലത്ത് പോയിട്ട് മോക്ഷം നേടാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? വെസ്റ്റേൺ കൺട്രീസിലേക്ക് വളരെയധികം റിസ്ക് എടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോയി. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭഗവാനെയും അതുപോലെ ശ്രീമദ് ഭാഗവതവും അതുപോലെ വൃന്ദാവനവും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ എല്ലാവരെയും ഈ ലോകം മുഴുവൻ എവിടേക്ക് ക്ഷണിച്ചു? വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവന്നു അല്ലെ. ഹരേ കൃഷ്ണ. പഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ എന്റെ ഗുരുക്കളുടെ ജയ് ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരു മഹാരാജ് കി ജയ്, ഗൗരാംഗ ഭക്തവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. ജയ് ശ്രീ പ്രഭു കി ജയ്. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി, പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരി ബോൾ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഹരി ഹരി ബോൾ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരി ബോൾ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എന്തോ? ജയ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുറെ ആളുകളുണ്ടായിരുന്നോ? ഇപ്പൊ കുറെ ശബ്ദം കേൾക്കുന്നു. 10-14 പേരുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായി. വായിക്കാൻ വന്നപ്പോ 2-3 പേരുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചുപേരേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും പ്രഭുവിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാരും പ്രാർത്ഥിക്കണം, ചാൻഡ് ചെയ്യണം. പ്രഭുവിന്റെ ശബ്ദമൊക്കെ എത്രയും പെട്ടെന്ന് വോയിസ് റെസ്റ്റ് ചെയ്യുന്ന പ്രഭുവിനെ ഇനി വോയിസ് റിസ്കിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഒരുപാട് പ്രഭുവിന്റെ ശബ്ദമൊക്കെ കേട്ട് ഇനി ക്ലാസ്സുകളൊക്കെ കേൾക്കണം. എല്ലാരും പ്രഭുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ. സമയം അതിക്രമിച്ചു പോയോ എന്ന് അറിയില്ല. സമയം കറക്റ്റ് അല്ലേ? 9:30, 10:34 ഞാൻ വിചാരിച്ചത്. ഇപ്പഴാ സമയം നോക്കിയത്. പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രഭു? അതോ ലീവ് ചെയ്യാണോ ചെയ്യുന്നത് സാധാരണ? വിശേഷം ചെല്ലുമോ എനിക്കറിയില്ല. അതിന്റെ പേര് ഇത്രയേ ഉള്ളൂ. പ്രഭു ഒന്ന് ചാറ്റ് ചെയ്യാമോ ഇതില്? അല്ലെങ്കിൽ പ്രഭു വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാമോ? എനിക്ക് സംശയം. ഓക്കെ. സംശയമൊന്നും ഇല്ല പ്രഭു ആർക്കും. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? കൃഷ്ണ. രാജിമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ ഭാഗത്ത്? 1-ാമത്തെ അധ്യായം നമ്മൾ ആ ചോദ്യങ്ങളും പറഞ്ഞിരുന്നു, ഫ്ലോർ നമ്പറൊക്കെ പറഞ്ഞു, അതിന്റെ ആൻസേഴ്സിന്റെ നമ്പർ പറഞ്ഞു. ഏതാണ് ശുഗദേവ് മാഷി ആദ്യം മറ്റേ മായാവാദി നമ്മൾ ഇതിലേക്ക് വന്ന് ബർഹാവ് ഏതൊക്കെ മാതാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. അതല്ലേ? 3:2:23. 3:2:23. 10:21:5. ആദ്യത്തത് അഹോബക്കീയം സ്തനകാളകൂട പുതനമോക്ഷം. അഹോബക്കീയം സ്തനകാളകൂട അങ്ങനെ തുടങ്ങുന്ന ശ്ലോകം. മറ്റേത് ബർഹാപീഠം നട്ടവരവപുഷം.
കർണികാരം. അതെ, കർണയുഗൻ. ഇത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം കൂടി പറഞ്ഞു. അന്നും മാതാജി കർണയോ കർണികാരം പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ഹരിയോ ഹരേ കൃഷ്ണ. വളരെ ഇമ്പോർട്ടൻറ്റ് ശ്ലോകങ്ങളാണ് അതൊക്കെ. ജസ്റ്റ് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. നമ്മള് ഭാഗവതം പഠിക്കുമ്പോൾ കുറച്ചൊക്കെ പഠിക്കുകയാണല്ലോ വേണ്ട, നമ്മൾ വെറുതെ വായിച്ചു പോയിട്ട് കുറച്ചെങ്കിലും നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കണല്ലേ. ഹരേ കൃഷ്ണ. എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ പറയുന്നത്. ഇതിലും അറിയുന്നത് ശരിയാണ്, അത്രേ ഉള്ളൂ. പ്രഭു ഇങ്ങനെ ഒരു ക്ലാസ്സിൽ കാര്യമില്ല. നന്ദി. അതിന്റെ അമ്മ പ്രഭുവിന് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ ഒരു ക്ലാസ്സിനെ പറ്റി എനിക്ക് വലിയൊരു ഇതില്ല. പ്രഭുവിന്റെ ഭഗവത്ഗീത ക്ലാസ് എനിക്ക് ധൈര്യമുണ്ട്. അമ്മ പ്രഭുവിന് കൃഷ്ണ വകുപ്പിന്റെ പിന്നെ ഗവിയാണ്. കൃഷ്ണ പ്രഭു കൃഷ്ണ പ്രഭുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഗ്രൂപ്പിലും നമ്മള്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വേഗം മാറട്ടെ പ്രഭുവിന്റെ സൗണ്ട്. വേഗം ഭഗവാൻ തിരിച്ചു തരട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുവിനെ പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്ന് അസുഖം മാറട്ടെ. 2 ദിവസം ഉണ്ടാവുള്ളൂ പ്രഭു. ആന്റിബയോട്ടിക് കഴിച്ചത് ചൂടുവെള്ളം കൊണ്ട് മാറിക്കോളും. ഞാൻ ഇതുപോലെ തന്നെ അനുഭവിച്ചതാ. സതി മാതാജിക്ക് അതേ പ്രോബ്ലം. എനിക്കിതുപോലെ തന്നെ വന്നതല്ലേ. ഞാൻ അന്ന് വിഷമിച്ചു. ഇതുപോലെ വന്നിട്ട് പ്രഭു 2 ദിവസം കൂടി ഉണ്ടാവുള്ളൂ, പേടിക്കണ്ട. അപ്പോഴേക്കും അത് മാറിക്കോളും. വിഷമിക്കാനൊന്നുമില്ല. അതെ അതെ. ശബരിമല ദർശനമൊക്കെ പ്രഭു നന്നായി കഴിഞ്ഞു ഭഗവാന്റെ അനുഗ്രഹത്താല്. നാട്ടിലാണ് ഇപ്പൊ. തിരിച്ചെത്തി. അടുത്ത ആഴ്ച തിരിച്ചെത്തുള്ളൂ ബാംഗ്ലൂർ. ഹരേ കൃഷ്ണ. ആയിക്കോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. എക്സിറ്റ് ആയിക്കോട്ടെ. ഹരേ കൃഷ്ണ.